നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഷൈൻ ടോം ചാക്കോ വിൻസിയോട് മാപ്പ് പറയുന്ന ഒരു രംഗമാണ്. ശരിക്കും പല ബന്ധങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ ഇതുപോലെ ക്ഷമ പറയാനുള്ള ഒരു എളിമ നമ്മൾ കാണിച്ചാൽ മതി. ഈ ദിവസങ്ങളിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് വിൻസി ആവട്ടെ, വേടൻ അല്ലേ, ഈ ഒരു കാലഘട്ടത്തിൽ കഞ്ചാവിലൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം തിരിച്ചു വരുന്നതും മാപ്പ് പരസ്യമായി പറയുന്നതും തെറ്റ് സമ്മതിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം, ധാർമ്മികത ഇതുതന്നെയാണെന്നാണ് ഞാനും മനസ്സിലാക്കുക. ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, തെറ്റ് തിരിച്ചറിഞ്ഞാൽ മാപ്പ് ചോദിക്കാനായിട്ട് മടിക്കരുത്. എളിമ എന്ന പുണ്യമാണ് ഈ മാപ്പ് ചോദിക്കാനായിട്ട് നമ്മെ അർഹരാക്കുന്നത്. കാരണം ഈഗോ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുകയാണെങ്കിൽ, അഹങ്കാരത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ക്ഷമ ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. പല ബന്ധങ്ങളും മുറിപ്പെടുന്നത് ഇതുപോലെ ഈഗോ കാരണമാണ്. പലപ്പോഴും മനുഷ്യരാണ്, തെറ്റുപറ്റും, അതുറപ്പാണ്, തെറ്റുകൾ സംഭവിക്കാം. നമുക്കെല്ലാവരെയും മനസ്സിലാകണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തു പോയതായിരിക്കാം, ചിലത് അറിഞ്ഞുകൊണ്ട് വന്ന തെറ്റുകളായിരിക്കാം. പക്ഷേ പരസ്യമായി അല്ലെങ്കിൽ ആ വ്യക്തിയോട് നേരിട്ട് വിളിച്ച് എനിക്ക് തെറ്റുപറ്റിപ്പോയി കേട്ടോ, ക്ഷമിക്കണം എന്ന് പറയാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിൽ അനേകം ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. രണ്ടാമതായിട്ട് വിൻസിയിൽ ഞാൻ കണ്ടൊരു ഗുണം ഇതാണ്: ക്ഷമിക്കാനായിട്ട് തയ്യാറായി. ക്ഷമിക്കാൻ തയ്യാറാവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയധികം ഹേർട്ട് ചെയ്ത ഒരു വ്യക്തിയെ ക്ഷമ പറയുമ്പോൾ സോറി എന്ന 4 വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ഒന്നും. എങ്കിൽ പോലും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അത് ദൈവികമാണ്. ക്ഷമിക്കുന്നതിലൂടെ ഒരാൾ ദൈവമായി മാറുന്നു എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുക.